അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനു ഷരീഫിൻ്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മളൊക്കെ വളരെ സന്തോഷവാന്മാരാണ്. വളരെയേറെ ദിക്റിലും സ്വലാത്തിലും ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ മുഴുകി അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കുന്നവരാണ് നാം. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ് നാം. അൽഹംദുലില്ലാ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സ്വാമ ഫീ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ആരെങ്കിലും പരിശുദ്ധമായ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞുപോയ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനെ, ഈ ദിവസം നാം വെറുതെയാക്കി കളയരുത്. നമ്മളാൽ കഴിയുന്ന സ്വലാത്തുകൾ, ദിക്റുകൾ ഒക്കെ ചെല്ലുക. നന്നായി അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. പ്രത്യേകമായൊരു പ്രാർത്ഥന വിശുദ്ധമായ റമളാനിൻ്റെ 30 രാവുകളിലും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നും നാം ദുആ ചെയ്യേണ്ടത്, അല്ലാഹുമ്മ ജഅൽ സിയാമി ഫീഹി സിയാമ സ്വാഹിമീൻ വഖിയാമി ഫീഹി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹിനി അൻ നൗമത്തിൽ ഗാഫിലീൻ വഹബിലി ജർമി ഫീഹി യാ ഇലാഹൽ ആലമീൻ വഅഫു അന്നി യാ ആഫിയൻ അനിൽ മുജ്രിമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഈ ദിവസത്തിൽ എൻ്റെ വ്രതത്തെ നീ സ്വീകരിക്കപ്പെട്ടവരുടെ യഥാർത്ഥ നോമ്പുകാരെ പോലെയാക്കുകയും എൻ്റെ നിസ്കാരത്തെ നീ പൊരുത്തപ്പെടുന്ന യഥാർത്ഥ നിസ്കാരക്കാരെ പോലെയാക്കുകയും ഈ ദിവസത്തിൽ ആരാധന ചെയ്യാതെ അശ്രദ്ധ പുലർത്തുന്നവരുടെ ഉറക്കിൽ നിന്ന് നീ എന്നെ ഉണർത്തുകയും മുഴുവൻ ലോകത്തിൻ്റെയും ആരാധനായ പടച്ചോനെ, ഈ ദിനത്തിൽ എനിക്ക് നീ പ്രായശ്ചിത്തം മാപ്പ് നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. മുഴുവൻ പാപികൾക്കും നീ മാപ്പ് നൽകണമേ, നീ എനിക്കും മാപ്പ് നൽകണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മനസ്സുരുകി ഇന്ന് നാം പ്രാർത്ഥിച്ചിരിക്കണം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് വേണ്ടത്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഉദുഉനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ആ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചത് എങ്ങനെയെങ്കിലുമല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെന്നോട് ദ്വാരക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥനയല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു വാപ്പ ഒരു മകനോട് പറഞ്ഞു, മകനെ നീ നന്നായി പഠിക്കണം. വാപ്പാക്ക് വാപ്പാൻ്റെ ചെറുപ്പത്തിൽ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിശപ്പിലും പെട്ടതുകൊണ്ട്, ദാരിദ്ര്യത്തിൽപ്പെട്ടതുകൊണ്ട് വാപ്പാക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോ നന്നായി പഠിക്കണമെന്നൊരു മോനോട് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ മോന് എന്ത് വേണമെങ്കിലും ഞാൻ തരും, എന്നോട് ചോദിക്കാൻ മടിക്കണ്ട എന്ന് ഒരു മോനോട് വാപ്പ പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ നന്നായി നല്ല പഠന നിലവാരമുള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു, മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ഇത്ര രൂപ കൊണ്ടുവരണമെന്ന് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ആവശ്യപ്പെട്ടപ്പോൾ വാപ്പയെ അന്വേഷിച്ചു കുട്ടി ഇറങ്ങി. പീടിയ തിണ്ണയിൽ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഉപ്പയുടെ മുഖത്ത് നോക്കി ഉപ്പാൻ്റെ പേര് വിളിച്ചിട്ട്, ഇത്ര ഉറുപ്പ് എനിക്ക് വേണം, നീ തരണമെന്ന് പറഞ്ഞാൽ
ഉപ്പ ആ കുട്ടിക്ക് പണം നൽകുമോ, പണം നൽകുന്നതിൻ്റെ പകരം മറ്റെന്തെങ്കിലും നൽകുമോ എന്ന് നാം ചിന്തിക്കുക. ഇതുപോലെയാണ് അള്ളാഹു എന്നോട് ചോദിച്ചോളൂ, എന്തും ഞാൻ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. സൃഷ്ടിച്ചവനായ ഞാൻ, നിയന്ത്രിക്കുന്നവനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരുമെന്ന് പറഞ്ഞാൽ ആ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തരും. പക്ഷേ ചോദിക്കേണ്ട രൂപത്തിൽ, ചോദിക്കേണ്ട നിലക്ക്, ചോദിക്കേണ്ടവനായ റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു തരും. അത് ഒന്ന് ഹംദും സ്വലാത്തുമൊക്കെ ചൊല്ലി ചോദിക്കുക എന്നുള്ളതാണ്. ദുആയിൽ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി ചോദിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അള്ളാഹുവേ, എന്നെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ എങ്ങനെ വളർത്തി, ആ വളർത്തിയപ്പോൾ അവർ പ്രയാസം വളരെ സഹിച്ചിട്ടുണ്ട്, അവർ ഒരുപാട് കരുണ എന്നോട് ചെയ്തിട്ടുണ്ട്, അതുപോലെ അവർക്കും നീ കരുണ ചെയ്ത് പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കാൻ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റൊന്നാണ് ഹലാലായ ഭക്ഷണം തിന്നുന്നവനായിരിക്കണം ചോദിക്കേണ്ടത്. ഹറാമ് കഴിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് പടച്ച റബ്ബ് ഉത്തരം തരൂല എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ വലിയ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനോട് ചോദിക്കാൻ യോഗ്യനാണോ എന്നൊരു വിചിന്തനം നടത്തുക. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സുറുകി ആദ്യമായി തൗബ ചെയ്യുക. തൗബ ചെയ്യുന്നവൻ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോൾ ചെയ്തുപോയ തെറ്റൊക്കെ പടച്ചവൻ പുറത്തു തരുകയും ആ തെറ്റുപുറത്ത് ശുദ്ധീകരിക്കപ്പെട്ടതായ മനസ്സിൻ്റെ ഉടമക്ക് അള്ളാഹു വീണ്ടും എന്തും ചോദിച്ചാൽ നൽകുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് പടച്ചവനോട് ദുആർക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ദുആ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.